ഹലോ മെറി ക്രിസ്മസ് ടു ഓൾ. അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ ജാനിക്കൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തു. ഇതാണ് കോസ്റ്റ്യൂം. ഫോട്ടോ എടുക്കാനായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സിലാണ്. ഞങ്ങളുടെ റൂമിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ നല്ലൊരു സാരിയൊക്കെ എടുത്താണ് ബാക്ക് ഡ്രോപ്പായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ ഞാനും റെഡിയായി. ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ അവളുടെ ഫോട്ടോ എടുക്കുന്ന കൂട്ടത്തിൽ എനിക്ക് രണ്ടെണ്ണം എടുക്കാം. അങ്ങനെ ഞാനും റെഡിയായി. ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഹെയർ സ്റ്റൈൽ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ, ഞാൻ ഒന്ന് കെട്ടി നോക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. റിംഗ് ലൈറ്റൊക്കെ വെച്ച് സാഹചര്യത്തിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്നു മൊത്തം ക്രിസ്മസ് ആയിട്ട് ഞാൻ ഓണത്തിൻ്റെ കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എടുത്ത ഫോട്ടോസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര നന്നായിട്ട് വരുമെന്ന്. കാരണം ഞങ്ങൾ ഉള്ള സ്ഥലത്തൊക്കെ എടുത്തതാണ്. പക്ഷെ അവൻ നന്നായിട്ട് ഫോട്ടോസ് എടുത്ത് എഡിറ്റിങ്ങൊക്കെ ഞാൻ തന്നെ കേട്ടോ. അപ്പോൾ ജാനമ്മയുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ്, അതുകൊണ്ട് ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. ഞാനും അവളുമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എടുത്തു. ജയശേട്ടൻ ഉറക്കമായിരുന്നു, അതുകൊണ്ട് ഫോട്ടോ എടുക്കാം. അതിനുശേഷം ഞങ്ങളൊരു ക്രിസ്മസ് സോങ് ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു ഷൂട്ടും കൂടി അങ്ങ് നടത്തി. അച്ചാച്ചനാണ് ഓർക്കസ്ട്രയൊക്കെ ചെയ്തേക്കുന്നത്, വിനോദേട്ടനാണ് അതിൻ്റെ സംഗീതവും ലിറിക്സും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഷൂട്ടും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് എടുത്തു. എന്നിട്ട് നേരെ പാതിരാ കുർബാനയ്ക്ക് ഞങ്ങളുടെ പള്ളിയിൽ പോയി. ഇതാണ് സെൻറ്റ് ജോർജ് ചർച്ച് പുന്നക്കാമുകൾ. ക്രിസ്മസിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നേരെ കൊയറിന് കയറി. ഇപ്പോൾ കൊയറിന് അമ്മയും ഉണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് പാട്ടൊക്കെ പാടിയത്. ഇത് KCYMൻ്റെ കലാവിരുതുകളാണ് എല്ലാം. നല്ല രസമായിരുന്നു ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ. നമ്മളുടെ ഒരു കുഞ്ഞു പള്ളി ആയതുകൊണ്ട് എല്ലാവർക്കും പരസ്പരം നന്നായിട്ട് അറിയാം. അപ്പോൾ എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ വളരെ അടിപൊളിയായിട്ടാണ് ആഘോഷിക്കുന്നത്. ആ ഡെക്കറേഷൻ ആണെങ്കിലും കൂട്ടായ്മയാണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ഇനി ജാനിയുടെ കുറച്ച് കലാവിരുതുകളാണ്. നമ്മുടെ പുന്നക്കാമുകൾ ഇടവകയിലെ സ്ഥിര ഉണ്ണിയേശുവായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കോസ്റ്റ്യൂം ചേഞ്ച് ഒന്നും ഇല്ലായിരുന്നു, വന്ന ഡ്രസ്സിൽ തന്നെയാണ് എല്ലാ കുട്ടികളും അഭിനയിച്ചത്. ഒരു ടാബ്ലോ ആയിരുന്നു. അപ്പോൾ പുൽക്കൂടും നമ്മുടെ ആട്ടിടയന്മാരും മറിയവും യൗസേപ്പ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉണ്ണിയേശുദേ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. അവൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉറങ്ങി, കഴിഞ്ഞപ്പോൾ അതേപോലെ എണീറ്റു. അപ്പോൾ ജയശേട്ടൻ ഇങ്ങനെ തമാശ പോലെ പറഞ്ഞു, എൻ്റെ മോള് പക്ക പ്രൊഫഷണലാണ്, ക്യാരക്ടറിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കട്ട അഭിനയമാണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. നല്ലൊരു ആക്റ്റായിരുന്നു. ഇത് ഞങ്ങളുടെ ഇടവക വികാരി വിജിലച്ചൻ. ഇനിയിപ്പോൾ ഞങ്ങൾ യൂണിറ്റ് വൈസ് പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പാട്ടൊക്കെ പാടി. സംഘഗാനം ഒറ്റയ്ക്ക് പാടുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും അറിയത്തില്ല. ലാസ്റ്റ് മിനിറ്റാണ് പാട്ട് സെലക്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ പാട്ട് തന്നെ ആയതുകൊണ്ട് എനിക്കും അമ്മയ്ക്കും മാത്രം അറിയാം, വേറെ ആർക്കും അറിയത്തില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്തോണ്ട് നിന്നത്. എന്നിട്ട് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ വന്നു. എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്ത് വിഷസ് ഒക്കെ അറിയിച്ചിട്ട് കേക്ക് കട്ടിങ് ആയിരുന്നു. കേക്ക് കട്ട് ചെയ്ത് നമ്മളെല്ലാവരും വൈനും കേക്കും എല്ലാം കഴിച്ചു. എല്ലാവരും പല പല സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ഒത്തുകൂടാറുണ്ട് പള്ളിയിൽ. എൻ്റെ വീട്ടിൽ പിന്നെ അച്ചാച്ചനും കണ്ണനും പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അവർ വന്നില്ല. ജയശേട്ടൻ പ്രോഗ്രാം ഇല്ലാത്തതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇനി ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഞാൻ വെറും കൈയോടെയാണ് ഈ പോകുന്നത്. ഗിഫ്റ്റ് പോലും എടുക്കാതെയാണ് ഞാൻ പോകുന്നത്. ആദ്യം ഞങ്ങൾ ഗിഫ്റ്റ് സ്വീകരിക്കുകയായിരുന്നു. വിജയദാസ് അങ്കിളിനാണ് ഞങ്ങളുടെ പേര് കിട്ടിയത്. അപ്പോൾ അങ്കിളിൻ്റെ വക ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടി. ഇനിയാണ് ഞങ്ങൾ കൊടുക്കാനായിട്ട് പോകുന്നത്. ഞങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഞാൻ ക്ലൂ തരാം. ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം. വൈഫിന് കുട്ടികളെ ഉപദേശിച്ച് നന്നാക്കാൻ അറിയാം. അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി. ഈ പ്രാവശ്യത്തെ ക്രിസ്മസും അടിച്ചു പൊളിച്ചിട്ട് ഇനി വീട്ടിലോട്ട് പോവാണ്. ഏകദേശം വെളുപ്പാൻ കാലം ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. ജാനി അപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്. അതുവരെ അവൾ ഉണർന്നാണ് ഇരുന്നത്. പൊതുവേ രാത്രി കൃത്യമായിട്ട് ഉറങ്ങുന്നവളാണ്. ഈ പ്രാവശ്യം ക്രിസ്മസ് മൊത്തം ആഘോഷിച്ചിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ വീട്ടിലെത്തി. നിങ്ങളും ക്രിസ്മസ് അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.